തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്തുള്ള പ്രകാശ് തമ്പി, വിഷ്ണു എന്നിവർ വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വർണ്ണക്കടത്തിന്റെ നൂലാമാലകളുടെ അങ്ങേറ്റം വരെ എത്താം. പിന്നെ വേറെ വന്നൊരു സംഗതി ബാലുവിന്റെ മൊബൈൽ ഫോണുകൾ സംബന്ധിച്ചായിരുന്നു. ആ മൊബൈൽ ഫോൺ. എല്ലാവർക്കും നമസ്കാരം. ബാലഭാസ്കറിന്റെ വൈഫ് ലക്ഷ്മിയുടെ ഒരു ഇന്റർവ്യൂ നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ഇന്റർവ്യൂ എനിക്ക് അത്ര ഡൈജസ്റ്റീവ് അല്ലായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോയിൽ അഭിപ്രായം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ ഒരു സ്ക്രിപ്റ്റഡ് പരിപാടി പോലെ അത്യാവശ്യം കുറച്ച് ആൾക്കാർക്കെങ്കിലും തോന്നിക്കാണും. ഓഫ് കോഴ്സ് എനിക്ക് അങ്ങനെ തോന്നി. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല. കാരണം ലക്ഷ്മിയിൽ നിന്നും എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചത് അതൊന്നും അവിടെ കണ്ടില്ല. എല്ലാം നേരത്തെ പറഞ്ഞതും അങ്ങും ഇങ്ങും തൊടാതെ പറഞ്ഞതൊക്കെ തന്നെയാണ് ലക്ഷ്മി വീണ്ടും റിപ്പീറ്റ്ലി പറഞ്ഞിട്ടുള്ളത്. CBIക്ക് കൊടുത്തിട്ടുള്ള മൊഴിയും ഒക്കെ തന്നെയാണ് ലക്ഷ്മി ഇവിടെ വിവരിച്ച് പറഞ്ഞത്. പുതുതായിട്ടോ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവായിട്ടോ ഒരു സംഭവം നമ്മൾ അതിൽ കണ്ടില്ല. അപ്പോൾ അതിൽ ഈ പ്രകാശൻ തമ്പി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് ലക്ഷ്മി കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കാരണം ബാലഭാസ്കറിന്റെ മൊബൈൽ ഫോണ് അയാൾ തന്നെ ഹോൾഡ് ചെയ്ത് വച്ചിരിക്കുകയായിരുന്നു, കൊടുത്തിട്ടില്ല. ആ മൊബൈൽ ഫോൺ എന്തിനാണ് താൻ ഹോൾഡ് ചെയ്ത് വച്ചിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് എനിക്കും ഇവിടെ ചോദിക്കാനുള്ളത്. എന്തായാലും ആ ഒരു ഇന്റർവ്യൂവില്, ലക്ഷ്മിയുടെ ഇന്റർവ്യൂവില് പ്രകാശ് തമ്പിയുമായി റിലേറ്റ് ചെയ്തിട്ട് മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടിട്ട് ലക്ഷ്മി പറയുന്ന കാര്യം നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. പിന്നെ വേറെ വന്നൊരു സംഗതി ബാലുവിന്റെ മൊബൈൽ ഫോണുകൾ സംബന്ധിച്ചായിരുന്നു. ആ മൊബൈൽ ഫോൺ ലക്ഷ്മി ആവശ്യപ്പെട്ടിട്ടും പ്രകാശൻ തമ്പി എന്ന ആള് തന്നില്ല എന്നായിരുന്നു വാർത്തയിലുണ്ടായിരുന്നത്. അതിൽ ചില ദുരൂഹതകളുണ്ട്. പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും ഈ കേസുമായിട്ട് ഇടപെട്ട് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച്, അതിനെക്കുറിച്ച് ലക്ഷ്മിയുടെ ഒരു അറിവിൽ എന്താ ഉള്ളത്? ഒന്ന് ഫോൺ ഒന്നും ആവശ്യപ്പെടുന്നത് ഞാനല്ല. ഞാൻ ആ സമയത്ത് അതിനൊന്നുമുള്ള അവസ്ഥയിലൊന്നുമല്ല. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയുമില്ല. എൻ്റെ അമ്മയാണ് ഈ ബാലുവിൻ്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു, തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളി പേഴ്സൊക്കെ തിരിച്ച് കൊണ്ടു കൊടുത്തു അത്രേ. പക്ഷേ ഫോൺ കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ, ഞാൻ തന്നേക്കാം, ഉറപ്പായിട്ടും തിരിച്ചു തരാം, 1-2 ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വളരെ വ്യക്തിപരമായ രീതിയിൽ ചോദിച്ചു. അപ്പോൾ അമ്മ ശരി എന്നുള്ള രീതിയിൽ അങ്ങനെ കൊണ്ട് തരണം എന്ന് പറഞ്ഞാൽ കൊണ്ട് തരാം എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു കേസ് വരുന്നതും അയാളുടെ വീട്ടിൽ നിന്ന് ആ ഫോൺ പിടിക്കപ്പെട്ടു എന്നൊക്കെ പിന്നെ അറിയുന്നത്. ആ ഫോൺ അതൊരു മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട്. കാരണം ബാലുവിൻ്റെ ഒന്നും ചെയ്യാനില്ല. പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു ആളാണ് അയാളെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുമില്ല. അതുകൊണ്ട് അതിൽ സംശയിച്ചൊന്നുമില്ല. കൊണ്ടുതരും എന്ന് പറഞ്ഞല്ലോ. പേഴ്സ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞു, ഫോൺ കൊണ്ടുവരും, ഓക്കെ, ആ ഒരു ഇതിലിരിക്കും. പിന്നെ അതിനുള്ളിലാണ് ഈ കേസൊക്കെ വരുന്നതും പ്രശ്നങ്ങളാകുന്നതും ഇവരൊക്കെ മറ്റൊരു റേഞ്ചിലേക്ക് മാറുന്നത്. ബാലഭാസ്കർ എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ഫോണ് 2-3 ദിവസം ഞാനൊന്ന് വച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഹോൾഡ് ചെയ്ത് എന്തിനാണ് പ്രകാശ് തമ്പി എന്ന് പറയുന്ന വ്യക്തി വച്ചിരുന്നത്? ഒന്നുമില്ല ആ ഫോണിലെങ്കിൽ എന്തിനാണ് പ്രകാശ് തമ്പി വെച്ചിരുന്നത്? ഓഫ് കോഴ്സ് നമ്മൾ സാധാരണക്കാരായ മലയാളികളുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. എന്തിനാണ് ബാലഭാസ്കറിന്റെ ഫോൺ അങ്ങേരെ ഹോൾഡ് ചെയ്ത് വച്ചത്? എനിക്കതിലെന്തോ ദുരൂഹത പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു കാര്യവുമില്ലാതെ ഒരു വ്യക്തിയുടെ ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. പേഴ്സ് കൊണ്ട് കൊടുക്കുന്നുണ്ട് ലക്ഷ്മിയുടെ അമ്മയുടെ കയ്യിൽ, എന്നാൽ ഫോൺ കൊടുക്കുന്നില്ല. അതിന്റെ റീസൺ എന്താ? അതിൻ്റെതായ തക്കതായ എന്തോ ഒരു ദുരൂഹത അവിടെ ഉള്ളതായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ പ്രോഡക്റ്റായ ഫോണിനെ പിടിച്ചു വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിൽ നിന്നും എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാനോ എന്തെങ്കിലും മായ്ച്ചു കളയാനോ നശിപ്പിച്ചു കളയാനോ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അതിൽ നിന്നും എന്തെങ്കിലും തെളിവുകൾ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതിലേതോ ഒരു കാര്യമാണ് ഈ പറയുന്ന ബാലഭാസ്കറിന്റെ മൊബൈൽ ഫോൺ പ്രകാശ് തമ്പി എന്ന് പറയുന്ന വ്യക്തി ഹോൾഡ് ചെയ്ത് വെച്ചതെന്നാണ് സാധാരണക്കാരെ നമുക്ക് തോന്നുന്നത്. എന്തായാലും 2019 ലക്ഷ്മി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ബാലഭാസ്കറിന്റെ അക്കൗണ്ട് വഴി ഇട്ടിട്ടുണ്ടായി. ഞാൻ അതൊന്ന് വായിക്കാം. തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്തുള്ള പ്രകാശ് തമ്പി, വിഷ്ണു എന്നിവർ അന്തരിച്ച വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മാനേജറായിരുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം വാസ്തവ വിരുദ്ധമാണ്. ചില പ്രാദേശിക പ്രോഗ്രാമുകളിൽ കോർഡിനേഷൻ ഇവർ നടത്തിയിരുന്നു. അതിനുള്ള പ്രതിഫലം ഇവർക്ക് നൽകിയിരുന്നു. ഇല്ലാതെ ഒറ്റ ഔദ്യോഗികമായ ഒരു കാര്യങ്ങളിലും ഇവർ യാതൊരു പങ്കും ഉണ്ടായിരുന്നതല്ല. ഈ പേരുകാർക്കൊപ്പം ബാലഭാസ്കറിന്റെ പേര് അപകീർത്തകമായി നിലയിൽ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഇവ സൃഷ്ടിക്കുന്ന വേദന താങ്ങാവുന്നതിലും അധികമാണ്. അതുകൊണ്ട് ദയവായി അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. സ്നേഹത്തോടെ ലക്ഷ്മി ബാലഭാസ്കർ എന്ന് പറഞ്ഞിട്ട് 2019 29 മെയ്യില് ബാലഭാസ്കറിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി ലക്ഷ്മി പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക്. എന്നാൽ അവസാനം എല്ലാം കൂടി വന്ന് കൂടി നിൽക്കുന്നത്
സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്ന ഒരു ഫാക്ടറിലാണ്. എല്ലാം ഏത് വാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും സ്വർണ്ണക്കടത്ത് ഈ ഒരു ഫാക്ടറിലാണ് അവസാനം ഈ സംഭവം ഒന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഒന്ന് ഇരുന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാം ഒരു സ്വർണ്ണക്കടത്തിലാണ് വന്ന് നിൽക്കുന്നത്. എന്തായാലും കലാപൻ ചോബി എന്ന് പറയുന്ന വ്യക്തി നുണപരിശോധന നടത്തിയെന്നും അന്ന് കലാപൻ ചോബി പറഞ്ഞു നുണയാണെന്നുമാണ് അന്ന് CBI റിപ്പോർട്ട് കൊടുത്തതെന്ന് ഒക്കെ പറഞ്ഞിട്ടാണ് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത്. എന്നാൽ CBI റിപ്പോർട്ട് നുണപരിശോധന നടത്തിയിട്ടില്ലെന്നും നടത്താൻ പറ്റിയില്ലെന്നും പൾസിന്റെ എന്തോ വേരിയേഷൻ കാരണം നടത്താൻ പറ്റിയില്ലെന്നാണ് CBI റിപ്പോർട്ട് കൊടുത്തെന്നാണ് റീസൺലി കലാപൻ ചോബി പറയുന്നത്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. 10 മണിയാണെങ്കിൽ 10:30 ആക്കി, അല്ലെങ്കിൽ 11 12 ആക്കി, അങ്ങനെ മാറ്റിയിട്ട് എല്ലാവരും റിപ്പോർട്ട് തിരിച്ചു കൊടുത്തേക്കണേ. ആ റിപ്പോർട്ടിനെ അവർ വിശദമായിട്ട് കണ്ണിച്ച് പരിശോധിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം നുണപരിശോധനയ്ക്ക് താങ്കൾ വിധേയമായിരുന്നു, പക്ഷെ അതിനകത്തൊന്നും കിട്ടിയില്ലെന്നാണ് CBI പറയുന്നത്. അപ്പം ഇനിയും വീണ്ടും ബ്രെയിൻ മാപ്പിങ്ങിലും അത്തരത്തിലൊരു പരാജയം ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഇതാണ് നിങ്ങളുടെ മാധ്യമങ്ങളുടെ തെറ്റ്. നിങ്ങളുടെ മാധ്യമങ്ങളുടെ കുഴപ്പമാണ് ഇതെല്ലാം. എല്ലാവരും പറയേണ്ട എൻ്റെ നുണപരിശോധന എടുത്തിട്ട് ഞാൻ പറഞ്ഞു നുണയാന്ന് തെളിഞ്ഞെന്ന്. നിങ്ങൾക്കത് ബോധ്യമുണ്ടോ? എൻ്റെ അഡ്വക്കേറ്റ് രാമകൃഷ്ണ സാറിൻ്റെ ഓഫീസിൽ നാളെ ചെന്ന് നോക്കിക്കുക. ഈ CBI എന്ന് പറഞ്ഞ പരനാറികൾ, അങ്ങനെ തന്നെ പറയാനേ എനിക്ക് പറ്റുള്ളൂ. അവർ കൊടുത്തേക്കണേ എന്നാ, എനിക്കൊരു മേജർ സർജറി കഴിഞ്ഞുകൊണ്ട് എൻ്റെ പൾസ് റീഡായില്ല, അതുകൊണ്ട് നുണപരിശോധന നടത്താൻ സാധിച്ചില്ല എന്ന് എഴുതി കൊടുത്തേക്കണത്. നുണപരിശോധന നടത്തിയെന്നല്ല എഴുതേക്കണം. നുണപരിശോധന കലാപൻ ചോബിയുടെ നുണപരിശോധന നടത്താൻ സാധിച്ചില്ല. ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം നടത്തിയവരെ. എന്നെ ഒന്ന് വിളിച്ചു, അത് ചെയ്തിട്ട് 2-3 ദിവസം കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടി വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറ് എന്തിനാ എന്നെ 2 പ്രാവശ്യം വിളിക്കണേ? അപ്പോൾ അവർ പറഞ്ഞു ആദ്യം നടത്തി തന്നെയാണ് ഇനി പറയണേന്ന് അറിയാനെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സോബി മൊഴി മാറ്റാണ്ടിരുന്ന ഞാൻ കേസ് വിജയിപ്പിക്കും എന്ന് പറഞ്ഞു. അത്രയും കഴിഞ്ഞ് പോന്നു. പിന്നെ കാണുന്നത് TV ഞാൻ നുണ പറഞ്ഞു എന്നാ. ഇവർ പത്രക്കാരോട് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ശരിയാന്ന് പറഞ്ഞു. പത്രക്കാരോട് പറഞ്ഞു കലാപൻ ചോബി പറഞ്ഞു നുണയാണ്, അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് അത് കേൾക്കാനേ പറ്റുണ്ടായുള്ളൂ, അതില്ലാന്ന് പറയില്ല. പക്ഷെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അങ്ങനെ ഓർത്തിരുന്നു. അവസാനം കോടതി കൊടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി എടുത്തപ്പോഴാണ് കാണുന്നത് എനിക്കൊരു മേജർ സർജറി അതിൻ്റെ ഇടയ്ക്ക് 1 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. അത് മേജർ സർജറി കഴിഞ്ഞുകൊണ്ട് എൻ്റെ പൾസ് റീഡായില്ല, അതുകൊണ്ട് ബ്രെയിൻ മാപ്പിംഗ് നടത്താൻ പറ്റില്ല എന്ന് എഴുതി. അത് അങ്ങനെ തന്നെ എഴുതി. ആ തെറ്റിദ്ധാരണകൾ നിങ്ങൾ മാറ്റണം. അപ്പം അതൊരു പരാജയമൊന്നും അല്ലായിരുന്നു. പിന്നെ അതായത് അന്ന് ആ സമയങ്ങളിൽ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത് കലാപൻ ചോബി എന്ന് പറയുന്ന വ്യക്തിയുടെ നുണപരിശോധന നടത്തുകയും കലാപൻ ചോബി പറഞ്ഞ നുണ എന്ന് ആണ് അന്ന് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത്. എന്നാൽ റീസൺലി ആണ് ഇങ്ങനെ എക്സ്ക്ലൂസീവ് കാര്യം ഒരു ഇന്റർവ്യൂവിൽ കലാപൻ ചോബി പറയുന്നത്. തന്നെ നുണപരിശോധന നടത്തിയപ്പോൾ അത് പൾസിന്റെ വേരിയേഷൻ കാരണം നടത്താൻ പറ്റിയില്ല എന്നാണ് CBI റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇതെന്താണ് നടക്കുന്നത്? പുതിയ ഓരോ വഴിത്തിരിവുകളാണല്ലോ നടക്കുന്നത്. പക്ഷേ ഇനി കലാപൻ ചോബി മറ്റൊരു ഇന്റർവ്യൂ, അതായത് ലക്ഷ്മിയുടെ ഇന്റർവ്യൂ വരുന്നതിന് തൊട്ടു മുന്നേ ഒരു ഇന്റർവ്യൂ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വിഷയം എല്ലാം നടന്നത് സ്വർണ്ണക്കടത്ത്, ഗോൾഡ് സ്മഗ്ലിംഗ് എന്ന് പറയുന്ന ഒറ്റ ഫാക്ടറിലാണ് കൊണ്ടു നിർത്തുന്നത് കലാപൻ ചോബി എന്ന് പറയുന്ന വ്യക്തി. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. മറിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വർണ്ണക്കടത്തിന്റെ നൂലാമാലകളുടെ അങ്ങേറ്റം വരെ 100% ഉറപ്പുണ്ട്. അതിന് പിന്നിൽ 100% ഉറപ്പുണ്ട്. 100% ഉറപ്പുണ്ട് ഇതിന്റെ പിന്നിൽ. ഇപ്പൊ ലക്ഷ്മി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കുറച്ച് ദിവസ വാർത്തകൾ ഡെയിലി നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിന്റെ അകത്ത് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നതായിരിക്കും ആരെങ്കിലും ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട്. ലക്ഷ്മി വെറുതെ സംസാരിച്ചിട്ട് ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാന്ന് വെക്കുകയാണെങ്കിൽ അത് അവരെ വെറും വ്യാമോഹം മാത്രമാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ കാണാം. കാരണം ഞാൻ ലക്ഷ്മി ഒരു പത്രസമ്മേളനം നടത്തുവാണെങ്കിൽ അത് കേട്ടിട്ട് അതിന്റെ 1 മണിക്കൂറിന് ശേഷം ഞാനൊരു പത്രസമ്മേളനം നടത്തുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെന്താണ് പറയാനുണ്ടായിരുന്നതെന്ന് നമുക്ക് കേൾക്കാമല്ലോ. കേട്ട് കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ള കാര്യം ഞാൻ അന്നേരം പറയാം. ഇന്നലെ ബാലുവിന്റെ അമ്മ തന്നെ ഒരു ലക്ഷ്മിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി അതാണ് പറഞ്ഞത്, മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കുമാണ് അവർ സംസാരിക്കണമെങ്കിൽ അതിന്റെ പുറത്ത് വലിയൊരു ക്രെഡിറ്റ് ഉള്ളത്. ഇവിടെ കലാപൻ ചോബി പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ 100%, 1ഉം 2ഉമല്ല 100% ഗോൾഡ് സ്മഗ്ലിംഗ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി തെളിയിക്കുക തന്നെ ചെയ്യണം. ഇതിന്റെ മറവിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നാറിയ പരിപാടി കളിക്കുന്നുണ്ടെങ്കിൽ അതും തെളിയണം. ഒരു KSRTC ഡ്രൈവർ ആ സമയത്തുണ്ടായിരുന്നു. അങ്ങേരിപ്പോൾ ദുബായിലെങ്ങാണ്ട് സെറ്റിലായി അവിടെ എന്തോ ഗവൺമെന്റ് സർവീസിലൊക്കെ ജോലി ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് അറിഞ്ഞത്. KSRTC ഡ്രൈവർ ആയിരുന്ന വ്യക്തി പെട്ടെന്ന് ദുബായിലൊക്കെ പോയി സെറ്റായെന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും ഇതിന്റെ സത്യാവസ്ഥകളെല്ലാം പുറത്തു കൊണ്ടുവരണം. ബാലഭാസ്കർ എന്ന് പറയുന്ന വയലിനിസ്റ്റിന് ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, അങ്ങേരുടെ ജീവൻ പോയത് എങ്ങനെയാണ്, ഉറപ്പായിട്ടും ഈ രഹസ്യങ്ങൾ ചുരുളഴിച്ച് നമ്മുടെ സമൂഹത്തിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ വ്യക്തികൾ അറിയ തന്നെ വേണം എന്താണ് അവിടെ സംഭവിച്ചത്. എന്നാലും ഇതുമായി റിലേറ്റഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.